ഹരേ കൃഷ്ണ. ബാലി ആരാണെന്നറിയണ്ടേ? ശീലാവതി എന്ന് പേര് കേട്ട ഒരു പതിവ്രതയുണ്ടായിരുന്നു. ഭർത്തൃഭക്തയായ അവളോട് ഒരിക്കൽ ഭർത്താവായ ഉഗ്രതപസ് തൻ്റെ വേശ്യാസംഗമത്തിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ഭർത്താവിൻ്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ശീലാവതി അന്ന് രാത്രി തന്നെ ഉഗ്രതപസ്സിനെ വേശ്യയുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ നിശ്ചയിച്ചു. കുഷ്ഠരോഗം ബാധിച്ച് അഴുകി ദ്രവിച്ച അവയവങ്ങളുള്ള വികൃത രൂപിയായ ഭർത്താവിനെ അവൾ ഒരു കുട്ടയിലാക്കി തലയിൽ ചുമന്നുകൊണ്ടാണ് നടന്നിരുന്നത്. സമയം രാത്രിയായി. അവൾ നടന്നു ഒരു നാൾ കവലയിലെത്തി. രാജകൽപ്പന അനുസരിച്ച് അണിമാണ്ഡവ്യൻ എന്ന മുനിയെ ശൂലത്തിൽ കുത്തി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് കൂടിയാണ് ശീലാവതി ഭർത്താവിനെയും കൊണ്ടുപോയിരുന്നത്. പതിഭക്തയായി ശീലാവതിയോട് ഇത്തരത്തിൽ നീചനായി പെരുമാറിയ ഉഗ്രതപസ്സിനേക്കാൾ അണിമാണ്ഡവ്യൻ ശപിച്ചു. നീ അടുത്ത സൂര്യോദയത്തിന് മുൻപ് മരിച്ചു പോകട്ടെ. അത് കേട്ട് ദുഃഖിതയായി തീർന്ന ശീലാവതി അടുത്ത ദിവസം സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് നേരം പുലർന്നിട്ടും സൂര്യൻ ഉദിച്ചില്ല. രാത്രി അങ്ങനെ നീണ്ടുപോയി. സൂര്യൻ്റെ തേരാളിയായ അരുണൻ സമയത്തിന് തന്നെ തേര് തെളിക്കാനെത്തിയെങ്കിലും സൂര്യൻ നിശ്ചലനായിരിക്കുന്നത് കണ്ട് ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി സ്ഥലം വിട്ടു. നേരെ ദേവലോകത്തേക്കാണ് അരുണൻ പോയത്. ആ സമയത്ത് ദേവസ്ത്രീകളുമായി നന്ദനോ ഉദ്യാനത്തിൽ ഓരോ ലീലകളിൽ ഏർപ്പെട്ടിരുന്ന ദേവേന്ദ്രന് ഒരാഗ്രഹം തോന്നി. ഉടൻ തന്നെ ഇന്ദ്രൻ ഉർവശി, മേനക, രംഭ, തിലോത്തമമാരെ വിളിപ്പിച്ചു ലക്ഷ്മി സ്വയംവരം നാടകം അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു. നാടകം കാണാൻ ദേവേന്ദ്രനും ദേവസ്ത്രീകളും മാത്രമേ പാടുള്ളൂ. പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അതാണ് ദേവേന്ദ്രൻ്റെ കൽപ്പന. ദേവലോകത്തെത്തിയ അരുണന് നാടകം കാണാൻ വളരെ ആശയുണ്ടായി. സൂര്യൻ്റെ അനുവാദത്തോടുകൂടി നാടകശാലയിലെത്തിയപ്പോഴാണ് അറിയുന്നത് പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന്. ഇനി എന്ത് ചെയ്യും? ഇതുവരെ വന്നിട്ട് നൃത്തം കാണാതെ പോകുന്നത് ശരിയല്ല. എന്താണ് പോംവഴി? ഒരു മാർഗം പെട്ടെന്ന് മനസ്സിലുദിച്ചു. സ്ത്രീ വേഷം കെട്ടുക. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ.